ഇത്തവണത്തെ വിൽപ്പനയിലെ റാങ്കിങ്ങിൽ ഒരുപാട് മാറ്റങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത് കേട്ടോ. കാര്യമായ മാറ്റം ഏഥർ ഓലയെ മറികടന്നു എന്നുള്ളത് തന്നെയാണ്. നമസ്കാരം. 2025 സെപ്റ്റംബർ മാസത്തിൽ ഇന്ത്യയിലുടനീളം വിൽപ്പന നടത്തിയ ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങളുടെ സെയിൽസ് റിപ്പോർട്ടാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. ആദ്യം തന്നെ നമുക്ക് ടോട്ടൽ സെയിൽസ് നോക്കാം. സെപ്റ്റംബർ മാസത്തിൽ ഇന്ത്യയിൽ മൊത്തമായി വിൽപ്പന നടന്നത് 96,031 ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങളാണ്. മാസാമാസ വിൽപ്പനയിൽ, അതായത് കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തെ വിൽപ്പനയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ 7% ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതേപോലെ വാർഷിക വിൽപ്പനയിൽ, അതായത് കഴിഞ്ഞ വർഷം സെപ്റ്റംബർ മാസത്തെ വിൽപ്പനയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ 7% വളർച്ച കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട്. കൈനറ്റിക് ഗ്രീൻ ആണ് 10ാം സ്ഥാനത്തുള്ളത്. അവർ വിൽപ്പനയിൽ 2 പടി താഴേക്ക് ഇറങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ തവണ കൈനറ്റിക് ഗ്രീൻ 8ാം സ്ഥാനത്തായിരുന്നു. ഓഗസ്റ്റ് മാസത്തിൽ 1774 സ്കൂട്ടറുകൾ വിൽപ്പന നടത്താൻ സാധിച്ച കൈനറ്റിക് ഗ്രീന് സെപ്റ്റംബർ മാസത്തിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് 1084 സ്കൂട്ടറുകൾ മാത്രമാണ്. മാസാമാസ വിൽപ്പനയിൽ 38% വലിയൊരു ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷെ വാർഷിക വിൽപ്പനയിൽ 141% വളരെ മികച്ച മുന്നേറ്റം നടത്താൻ കൈനറ്റിക് ഗ്രീന് സാധിച്ചിട്ടുണ്ട്. അതേപോലെ ഇത്തവണ ടോപ്പ് 10 കമ്പനികളുടെ മാർക്കറ്റ് ഷെയറും കൂടി ഉൾപ്പെടുത്താമെന്നാണ് കരുതിയത്. പക്ഷേ കൈനറ്റിക് ഗ്രീന്റെ മാത്രം മാർക്കറ്റ് ഷെയർ എത്രയാണെന്ന് വാഹൻ വെബ്സൈറ്റിൽ കാണിച്ചിട്ടില്ല. ബാക്കി 9 കമ്പനികളുടേതുമുണ്ട്. റിവർ ഇന്ത്യയാണ് 9ാം സ്ഥാനത്തുള്ളത്. കഴിഞ്ഞ തവണ ഇവര് 10ാം സ്ഥാനത്തായിരുന്നു. ഓഗസ്റ്റ് മാസത്തിൽ 1657 സ്കൂട്ടറുകൾ വിൽപ്പന നടത്താൻ സാധിച്ച റിവർ ഇന്ത്യക്ക് സെപ്റ്റംബർ മാസത്തിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് 1682 സ്കൂട്ടറുകളാണ്. മാസാമാസ വിൽപ്പനയിൽ 1.5% വളർച്ചയാണ് കൈവരിച്ചിരിക്കുന്നത്. അതേപോലെ വാർഷിക വിൽപ്പനയിൽ 466% വളരെ മികച്ച വളർച്ച കൈവരിക്കാനും റിവർ ഇന്ത്യക്ക് സാധിച്ചിട്ടുണ്ട്. 1.6% ഇവരുടെ മാർക്കറ്റ് ഷെയർ. ഈ വാർഷിക വിൽപ്പനയിൽ 466% വളർച്ച എന്നൊക്കെ പറയുമ്പം ഒരു വർഷം കൊണ്ട് എത്രത്തോളം അവർ വളർന്നിരിക്കുന്നു എന്ന് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ, അല്ലേ? ഇവരുടെ മാസാമാസ വിൽപ്പന സ്റ്റേബിൾ ആണെങ്കിലും വളരെ ചെറിയ രീതിയിലുള്ള വളർച്ചയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. അതിന്റെ പ്രധാന കാരണം റിവർ ഇന്ത്യക്ക് വളരെ കുറച്ച് ഷോറൂമുകൾ മാത്രമാണുള്ളത്. കൂടുതൽ ഷോറൂമുകൾ വന്നാൽ ടോപ്പ് 5 ലിസ്റ്റിൽ എത്താൻ സാധ്യത വളരെ കൂടുതലുള്ള ഒരു കമ്പനിയാണ് റിവർ. അതേപോലെ റിവർ യമഹ ഒന്നിച്ചിട്ടുള്ള RY01 വണ്ടികൾ ഇറങ്ങി തുടങ്ങിയാൽ പിന്നെ പറയുകയും വേണ്ട, സീന് മൊത്തം മാറും. ഓക്കെ, പ്യുവർ EV ആണ് 8ാം സ്ഥാനത്തുള്ളത്. കഴിഞ്ഞ തവണ ഇവർ 7ാം സ്ഥാനത്തായിരുന്നു. ഓഗസ്റ്റ് മാസത്തിൽ 1778 ഇരുചക്ര വാഹനങ്ങൾ വിൽപ്പന നടത്താൻ സാധിച്ച പ്യുവർ EVക്ക് സെപ്റ്റംബർ മാസത്തിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് 1762 ഇരുചക്ര വാഹനങ്ങളാണ്. മാസാമാസ വിൽപ്പനയിൽ 0.8% ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ വാർഷിക വിൽപ്പനയിൽ 577% വളരെ മികച്ച വളർച്ച കൈവരിക്കാൻ പ്യുവർ EVക്ക് സാധിച്ചിട്ടുണ്ട്. 1.7% ഇവരുടെ മാർക്കറ്റ് ഷെയർ. കേരളത്തിൽ ചിലയിടങ്ങളിൽ പ്യുവർ EV വിൽപ്പന നടത്തുന്നുണ്ടെങ്കിലും ഇവരുടെ വണ്ടികൾ അധികമൊന്നും നമുക്ക് നമ്മുടെ റോഡുകളിൽ കാണാൻ സാധിക്കില്ല. കാരണം ഇവരുടെ കാര്യമായ വിൽപ്പന നടക്കുന്നത് ആന്ധ്രാപ്രദേശിലും തെലങ്കാനയിലും പിന്നെ കർണാടകയിലുമൊക്കെയാണ്. ബിക്കോസ് 2 പടി മുകളിലേക്ക് കയറി ഇത്തവണത്തെ വിൽപ്പനയിൽ 7ാം സ്ഥാനത്താണുള്ളത്. കഴിഞ്ഞ തവണ ഇവർ 9ാം സ്ഥാനത്തായിരുന്നു. ഓഗസ്റ്റ് മാസത്തിൽ 1720 സ്കൂട്ടറുകൾ വിൽപ്പന നടത്താൻ സാധിച്ച ബിക്കോസിന് സെപ്റ്റംബർ മാസത്തിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് 2270 സ്കൂട്ടറുകളാണ്. മാസാമാസ വിൽപ്പനയിൽ 31%യും വാർഷിക വിൽപ്പനയിൽ 83%യും വളരെ മികച്ച വളർച്ച കൈവരിക്കാൻ ബിഗോസിന് സാധിച്ചിട്ടുണ്ട്. 2.2% ഇവരുടെ മാർക്കറ്റ് ഷെയർ. ഗ്രീവ്സ് ആണ് 6ാം സ്ഥാനത്തുള്ളത്. കഴിഞ്ഞ തവണയും ഇവർ 6ാം സ്ഥാനത്ത് തന്നെയായിരുന്നു. ഓഗസ്റ്റ് മാസത്തിൽ 4479 സ്കൂട്ടറുകൾ വിൽപ്പന നടത്താൻ സാധിച്ച ഗ്രീവ്സിന് സെപ്റ്റംബർ മാസത്തിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് 4271 സ്കൂട്ടറുകളാണ്. മാസാമാസ വിൽപ്പനയിൽ 4.6% ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ വാർഷിക വിൽപ്പനയിൽ 63% മികച്ച വളർച്ച കൈവരിക്കാൻ ഗ്രീവ്സിന് സാധിച്ചിട്ടുണ്ട്. 4.1% ഇവരുടെ മാർക്കറ്റ് ഷെയർ. ഇനി നമ്മൾ ടോപ്പ് 5 ലിസ്റ്റാണ് നോക്കാൻ പോകുന്നത് കേട്ടോ. നമ്മളിപ്പം കഴിഞ്ഞ വർഷം മുതൽ പിറകോട്ടുള്ള സെയിൽസ് റിപ്പോർട്ടൊക്കെ ഒന്ന് എടുത്ത് നോക്കുകയാണെങ്കിൽ 1ാം സ്ഥാനത്തിന് വേണ്ടി വലിയൊരു മത്സരം കാണാറില്ല, അല്ലെ? കാരണം ഓല അത്രയ്ക്കും മുന്നിലായിരിക്കും. ആർക്കും അടുത്തെത്താൻ പോലും പറ്റാത്ത അത്രയും മുന്നിൽ, ശരിയല്ലേ? പക്ഷെ ഇപ്പം കാര്യങ്ങളെല്ലാം മാറി മറിഞ്ഞിരിക്കുകയാണ്. ആർക്ക് വേണമെങ്കിലും ആരെയും മറികടക്കാൻ സാധിക്കുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ വിൽപ്പന നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് ടോപ്പ് 5 ലിസ്റ്റിലുള്ളവർ തമ്മിലുള്ള മികച്ച മത്സരം കാണാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വളരെ മികച്ച മത്സരം നടക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വണ്ടികൾക്ക് വില കുറയാനുള്ള സാധ്യതയും കൂടും, അല്ലേ? ഓക്കെ, എന്തായാലും നമുക്ക് ടോപ്പ് 5 ലിസ്റ്റ് നോക്കാം. ഒരു പടി താഴേക്ക് ഇറങ്ങിയ ഹീറോ മോട്ടോകോർപ്പ് വീടയാണ് ഇത്തവണത്തെ വിൽപ്പനയിൽ 5ാം സ്ഥാനത്തുള്ളത്. കഴിഞ്ഞ തവണ ഇവര് 4ാം സ്ഥാനത്തായിരുന്നു.
ഓഗസ്റ്റ് മാസത്തിൽ 13,313 സ്കൂട്ടറുകൾ വിൽപ്പന നടത്താൻ സാധിച്ച വിടയ്ക്ക് സെപ്റ്റംബർ മാസത്തിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് 12,736 സ്കൂട്ടറുകൾ മാത്രമാണ്. മാസാമാസ വിൽപ്പനയിൽ 4.3% ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ വാർഷിക വിൽപ്പനയിൽ 205% വളരെ മികച്ച വളർച്ച കൈവരിക്കാൻ വിടയ്ക്ക് സാധിച്ചിട്ടുണ്ട്. 12.3% ഇവരുടെ മാർക്കറ്റ് ഷെയർ. കഴിഞ്ഞ തവണ 2ാം സ്ഥാനത്തുണ്ടായിരുന്ന ഓല ഇലക്ട്രിക് ഇത്തവണത്തെ വിൽപ്പനയിൽ 2 പടി താഴേക്ക് ഇറങ്ങി 4ാം സ്ഥാനത്താണ് നിൽക്കുന്നത്. ഓഗസ്റ്റ് മാസത്തിൽ 18,695 ഇരുചക്ര വാഹനങ്ങൾ വിൽപ്പന നടത്താൻ സാധിച്ച ഓലയ്ക്ക് സെപ്റ്റംബർ മാസത്തിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് 13,371 ഇരുചക്ര വാഹനങ്ങൾ മാത്രമാണ്. മാസാമാസ വിൽപ്പനയിൽ 28% വലിയൊരു ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതേപോലെ വാർഷിക വിൽപ്പനയിലും 44% വലിയൊരു ഇടിവ് തന്നെയാണ് ഓല നേരിട്ടിരിക്കുന്നത്. 12.7% ഇവരുടെ മാർക്കറ്റ് ഷെയർ. അങ്ങനെ ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങളിലെ സെയിൽസ് റിപ്പോർട്ടിൽ ആദ്യമായിട്ടാണ് ഏഥർ ഓലയെ മറികടക്കുന്നത്. സെപ്റ്റംബർ മാസത്തെ വിൽപ്പനയിൽ ഏഥറാണ് 3ാം സ്ഥാനത്തുള്ളത്. കഴിഞ്ഞ തവണയും ഇവര് 3ാം സ്ഥാനത്ത് തന്നെയായിരുന്നു. ഏഥർ അവരുടെ വിൽപ്പന അതേപോലെ തന്നെ നിലനിർത്തിയപ്പോൾ ഓലയുടെ വിൽപ്പന ഇടിഞ്ഞതാണ് ഇതിന് കാരണം. ഏഥറും ഓലയും ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇവര് തമ്മിലുള്ള മത്സരത്തിന് പ്രസക്തി കൂടുകയും ചെയ്യും. ഓഗസ്റ്റ് മാസത്തിൽ 17,856 സ്കൂട്ടറുകൾ വിൽപ്പന നടത്താൻ സാധിച്ച ഏഥറിന് സെപ്റ്റംബർ മാസത്തിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് 18,109 സ്കൂട്ടറുകളാണ്. മാസാമാസ വിൽപ്പനയിൽ 1.4% വളർച്ചയാണ് ഏഥർ കൈവരിച്ചിരിക്കുന്നത്. അതേപോലെ വാർഷിക വിൽപ്പനയിൽ 43% മികച്ച വളർച്ച കൈവരിക്കാനും ഏഥറിന് സാധിച്ചിട്ടുണ്ട്. 17.2% ഇവരുടെ മാർക്കറ്റ് ഷെയർ. ഏഥറിന്റെ ഇത്രയും കാലം നമ്മൾ കണ്ട ഇവരുടെ വിൽപ്പനയിലെ സ്ഥിരത കണക്കിലെടുത്ത് നോക്കുകയാണെങ്കിൽ കുറച്ചു കാലം കഴിഞ്ഞിട്ടാണെങ്കിലും ഏഥർ 1ാം സ്ഥാനത്തെത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അടുത്ത വർഷം ഇവരുടെ വില കുറഞ്ഞ മോഡൽ വണ്ടികളും ഇറങ്ങാനിരിക്കുന്നുണ്ട്. കഴിഞ്ഞ തവണ 5ാം സ്ഥാനത്തുണ്ടായിരുന്ന ബജാജ് ചേതക് ഇത്തവണ ഒറ്റയടിക്കാണ് 3 പടി മുകളിലേക്ക് കയറി 2ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത്. ഓഗസ്റ്റ് മാസത്തിൽ 11,730 സ്കൂട്ടറുകൾ വിൽപ്പന നടത്താൻ സാധിച്ച ബജാജ് ചേതക്കിന് സെപ്റ്റംബർ മാസത്തിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് 19,519 സ്കൂട്ടറുകളാണ്. മാസാമാസ വിൽപ്പനയിൽ 66% വളരെ മികച്ച വളർച്ചയാണ് ചേതക് കൈവരിച്ചിരിക്കുന്നത്. അതേപോലെ വാർഷിക വിൽപ്പനയിൽ 3% വളർച്ച കൈവരിക്കാനും ചേതക്കിന് സാധിച്ചിട്ടുണ്ട്. എന്തായാലും വളരെ നല്ലൊരു തിരിച്ചുവരവാണ് ബജാജ് ചേതക് നടത്തിയിരിക്കുന്നത്. 18.7% ഇവരുടെ മാർക്കറ്റ് ഷെയർ. TVS iQube 1ാം സ്ഥാനത്ത് തന്നെ തുടരുന്നു. ഓഗസ്റ്റ് മാസത്തിൽ 24,087 സ്കൂട്ടറുകൾ വിൽപ്പന നടത്താൻ സാധിച്ച TVS iQubeന് സെപ്റ്റംബർ മാസത്തിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് 22,481 സ്കൂട്ടറുകൾ മാത്രമാണ്. മാസാമാസ വിൽപ്പനയിൽ 6% ഇടിവാണ് iQube നേരിട്ടിരിക്കുന്നത്. പക്ഷേ വാർഷിക വിൽപ്പനയിൽ 25% മികച്ച വളർച്ച കൈവരിക്കാൻ TVS iQubeന് സാധിച്ചിട്ടുണ്ട്. 21.9% ഇവരുടെ മാർക്കറ്റ് ഷെയർ. ഒരു മിനിറ്റ് പോകാൻ വരട്ടെ. റിവോൾട്ട് മോട്ടോഴ്സ്, സിമ്പിൾ വൺ, ഓപ്പൺ റോർ, അൾട്രാ വയലറ്റ്, മാറ്റർ എനർജി ഇവരുടെ ഡീറ്റെയിൽസ് കൂടി നമുക്ക് നോക്കാം. ഓഗസ്റ്റ് മാസത്തിൽ 1073 ബൈക്കുകൾ വിൽപ്പന നടത്താൻ സാധിച്ച റിവോൾട്ട് മോട്ടോഴ്സിന് സെപ്റ്റംബർ മാസത്തിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് 695 ബൈക്കുകൾ മാത്രമാണ്. മാസാമാസ വിൽപ്പനയിൽ 35% വലിയൊരു ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സിമ്പിൾ വണ്ണിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഓഗസ്റ്റ് മാസത്തിൽ ഇവര് വിൽപ്പന നടത്തിയത് 667 സ്കൂട്ടറുകളാണ്. അതേ സ്ഥാനത്ത് സെപ്റ്റംബർ മാസത്തിൽ ഇവർക്ക് വിൽപ്പന നടത്താൻ സാധിച്ചത് 616 സ്കൂട്ടറുകൾ മാത്രമാണ്. മാസാമാസ വിൽപ്പനയിൽ 7% ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഓഗസ്റ്റ് മാസത്തിൽ 290 ബൈക്കുകൾ വിൽപ്പന നടത്താൻ സാധിച്ച ഓപ്പൺ റോറിന് സെപ്റ്റംബർ മാസത്തിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് 303 ബൈക്കുകളാണ്. മാസാമാസ വിൽപ്പനയിൽ 4.4% വളർച്ച കൈവരിക്കാൻ ഓപ്പൺ റോറിന് സാധിച്ചിട്ടുണ്ട്. അൾട്രാ വയലറ്റ് ഓഗസ്റ്റിൽ 138 ബൈക്കുകളാണ് വിൽപ്പന നടത്തിയത്. പക്ഷേ സെപ്റ്റംബറിൽ ഇവർക്ക് 111 ബൈക്കുകൾ മാത്രമാണ് വിൽപ്പന നടത്താൻ സാധിച്ചത്. മാസാമാസ വിൽപ്പനയിൽ 19% ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഓഗസ്റ്റ് മാസത്തിൽ 52 ബൈക്കുകൾ വിൽപ്പന നടത്താൻ സാധിച്ച മാറ്റർ എനർജിക്ക് സെപ്റ്റംബർ മാസത്തിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് 101 ബൈക്കുകളാണ്. മാസാമാസ വിൽപ്പനയിൽ 94% വളരെ മികച്ച വളർച്ചയാണ് മാറ്റർ കൈവരിച്ചിരിക്കുന്നത്. അടുത്ത തവണ, അതായത് ഈ ഒക്ടോബർ മാസത്തെ വിൽപ്പനയിൽ ആര് മുന്നിലെത്തും എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ സാധിക്കില്ല. കാരണം 1ാം സ്ഥാനവും 2ാം സ്ഥാനവും തമ്മിൽ അധിക വ്യത്യാസമൊന്നുമില്ല. അതായത് iQubeും ചേതക്കും തമ്മിൽ 3000 യൂണിറ്റ്സിന്റെ വ്യത്യാസം മാത്രമാണുള്ളത്. ചേതക്കിന്റെ തൊട്ട് പിറകിൽ 1000 ചില്ലാൻ യൂണിറ്റ്സിന്റെ വ്യത്യാസത്തിൽ ഏഥറും 3ാം സ്ഥാനത്തുണ്ട്. അതെല്ലാം ഏത് നിമിഷം വേണമെങ്കിലും മാറി മറിയാവുന്നതാണ്. ഓലയും വിടയും കുറച്ച് പിറകിലാണെങ്കിലും അവർ തമ്മിലും 1000-ൽ താഴെ യൂണിറ്റുകളുടെ വ്യത്യാസം മാത്രമാണുള്ളത്. എന്തായാലും വരും മാസങ്ങളിൽ വിൽപ്പനയുടെ കാര്യത്തിൽ മികച്ച മത്സരം കാണാൻ സാധിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.